നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് അലോങ് എക്സ് ആക്സിസ് ഈസ് ഗിവൺ ആസ് എക്സ് ഈസ് ഈക്വൽ ടു 3/4 ടി സ്ക്വയർ മൈനസ് 12 ഇൻറ്റു ടി പ്ലസ് 3 മീറ്റർ. ദ പാർട്ടിക്കിൾ വിൽ കം ടു റെസ്റ്റ്. എന്താണ് പറയണേ? ഒരു പാർട്ടിക്കിൾ എക്സ് ആക്സിസിലൂടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറയണേ? ഒരു പാർട്ടിക്കിൾ എക്സ് ആക്സിസിലൂടെ പോകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 12t പ്ലസ് 3. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ പാർട്ടിക്കിൾ വിൽ കം ടു റെസ്റ്റ്. പാർട്ടിക്കിൾ റെസ്റ്റ് സ്റ്റോപ്പ് ആവുന്ന ടൈം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാർട്ടിക്കിൾ സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ആ പാർട്ടിക്കിളുടെ ഫൈനൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. പിന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 12 ഇൻറ്റു ടി പ്ലസ് 3. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷൻ അറിയാം. dx/dt ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി. അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷനാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 3/4 ടി സ്ക്വയർ മൈനസ് 12t പ്ലസ് 3 ഈസ് ഈക്വൽ ടു എത്രയാണ്? ഫൈനൽ വെലോസിറ്റി ആണ് ഇവിടുത്തെ വി ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ഈ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ d/dt ഓഫ് 3/4 ടി സ്ക്വയർ മൈനസ് d/dt ഓഫ് 12t പ്ലസ് d/dt ഓഫ് 3. ഈ ഡെറിവേറ്റീവ് മൈനസ് പ്ലസ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. എല്ലാ ടേംസിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ ഡെറിവേറ്റീവ് ഓഫ് 3/4 ഇൻറ്റു ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 2t മൈനസ് ഡെറിവേറ്റീവ് ഓഫ് 12t ഈസ് ഈക്വൽ ടു 12 പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0 ഈസ് ഈക്വൽ ടു 0. സോ 2 and 4 2ൽ 1 ടൈംസ് 2 4ൽ 2 ടൈംസ്. അപ്പോൾ 3t ഡിവൈഡഡ് ബൈ 2 മൈനസ് 12 ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് ഈ മൈനസ് 12നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. 3t/2 ഈസ് ഈക്വൽ ടു 12. 3t ഈസ് ഈക്വൽ ടു 24. t ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 8 സെക്കൻഡ്സ്. അപ്പോൾ എത്ര ടൈം പീരീഡിലാണ് പാർട്ടിക്കിൾ കം ടു റെസ്റ്റ് ആവുന്നത്? 8 സെക്കൻഡ്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ മാച്ച് ചെയ്യണ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. If the magnitude of the vector P is equal to xi cap plus 0.8 j cap plus 0.6 k cap is 2, then the value of x is. എന്താണ് ക്വസ്റ്റ്യനിൽ പറയണേ? പി വെക്ടർ ഉണ്ട്. ആ പി വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 2 ആണ്. ദെൻ ദ വാല്യൂ ഓഫ് എക്സ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു വെക്ടർ എ വെക്ടർ വിചാരിക്കുക. അത് എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് പ്ലസ് സി കെ ക്യാപ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുള്ള വെക്ടർ പി ആണ്. xi cap plus 0.8 j cap plus 0.6 k cap. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി വെക്ടർ ഈസ് ഈക്വൽ ടു, ഇവിടെ എയുടെ സ്ഥാനത്തുള്ളത് എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് 0.8 ആണ്. അപ്പോൾ
ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 0.8 ഓൾ സ്ക്വയർ. ഇനി സിയുടെ സ്ഥാനത്തുള്ളത് 0.6 ആണ്. അപ്പോൾ 0.6 ഓൾ സ്ക്വയർ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി വെക്റ്റർ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്റ്റർ ഈസ് 2. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി വെക്റ്റർ ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 0.64 പ്ലസ് 0.36. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 0.64 പ്ലസ് 0.36 ഈസ് ഈക്വൽ ടു 2. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 2. നമ്മളോട് ചോദിച്ചുള്ളത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 0.64 പ്ലസ് 0.36ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആണ്. സോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 4. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 മൈനസ് 1. സോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 3. സോ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 3. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആൻസറായിട്ട് മാച്ച് ചെയ്യേണ്ടത് ഓപ്ഷൻ ഡി ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് കവേഴ്സ് ഹാഫ് ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് ഓഫ് 30 km/h and other half with a speed of 60 km/h. The average speed during the total journey. ക്വസ്റ്റ്യനിൽ എന്താ പറയണേ? ഒരു ബസ് ഒരു ദൂരത്തേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഒരു ബസ് എത്രയും ദൂരം യാത്ര ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ആ യാത്രയിൽ ആ ബസ് പകുതി ദൂരം, ആ മൊത്തം യാത്രയുടെ പകുതി ദൂരം പോയിരിക്കുന്ന സ്പീഡ് എത്രയാണ്? 30 km/h വേഗതയിൽ ആ യാത്രയുടെ പകുതി ദൂരം പോയി. ഇനി ബാക്കി പകുതി, ആ യാത്രയുടെ ബാക്കി പകുതി എത്ര സ്പീഡിൽ പോയി? 60 km/h സ്പീഡിൽ പോയി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആ മൊത്തം യാത്രയുടെ ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് എന്നൊക്കെ പറയണത് എന്താണ്? ആദ്യത്തെ സ്പീഡ് 30 km/h മറ്റേ പകുതി ദൂരത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h ആണ്. ഈ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും വെലോസിറ്റി ആണ്. അപ്പോൾ v1 എത്രയാണ്? 30 km/h. v2 എത്രയാണ്? 60 km/h. 30 km വെലോസിറ്റിയിൽ ആ ബസ് പോയത് എത്ര ദൂരാണോ അതേ ദൂരം തന്നെയാണ് 60 km/h വെലോസിറ്റിയിൽ പോയപ്പോഴും ആ വണ്ടി പോയുള്ള ദൂരം. എന്നുവെച്ചാൽ ഈ വണ്ടി ഇപ്പോൾ ഒരു 60 മീറ്ററാണ് ഡിസ്റ്റൻസിൽ പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ആദ്യത്തെ വെലോസിറ്റിയിൽ പോണ ദൂരം എത്രയായിരിക്കും? 30 മീറ്റർ ആയിരിക്കും. രണ്ടാമത്തെ വെലോസിറ്റിയിൽ പോണതും 30 മീറ്റർ ആയിരിക്കും. അപ്പോൾ രണ്ട് വ്യത്യസ്ത വെലോസിറ്റി ആണെങ്കിൽ കൂടിയിട്ട് ഈ രണ്ട് വെലോസിറ്റിയിലും ആ വണ്ടി യാത്ര ചെയ്തിരിക്കുന്നത് സെയിം ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ നമുക്ക് ആവറേജ് സ്പീഡ് എങ്ങനെ എഴുതാം? ആവറേജ് സ്പീഡ് വെൻ velocity is different but distance are same. ഇങ്ങനത്തെ കേസിൽ നമുക്ക് ആവറേജ് സ്പീഡിനുള്ള ഇക്വേഷനാണ് v average is equal to 2v1 v2 divided by v1 plus v2. അപ്പോൾ നമുക്കറിയാം v1 എത്രയാണ്? 2 × v1 13 × v2 is equal to 16 all divided by 30 plus 60. അപ്പോൾ നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. 2 × 13 is equal to 16 × 16. 2 × 13 is equal to 16 പിന്നെ × 16 all divided by 19. ഈ സീറോയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ മൊത്തം എത്ര കിട്ടും? 6 × 6 36
സീറോ ഉള്ള കാരണം 316 ഡിവൈഡഡ് ബൈ 9. 9ല് 36 എത്ര വട്ടം 4 ടൈംസ്. അപ്പോൾ 14 ആണ് ആൻസർ. കിലോമീറ്റർ പെർ ഹവർ. നമുക്കിനി ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലീനിയർ സ്പീഡ് ഓഫ് എ സ്റ്റോൺ റിവോൾവിംഗ് 5 ടൈംസ് ഇൻ എ സർക്കിൾ ഓഫ് 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഇൻ 2 minutes. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പറയണത് ഒരു കല്ല് ഒരു 4 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിൽ 5 വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ആ സ്റ്റോണ് പാസ് ചെയ്യണ സ്പീഡ്, ആ സ്റ്റോണ് റിവോൾവ് ചെയ്യണ സ്പീഡ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പീഡിൻ്റെ ഇക്വേഷൻ അറിയാം. സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഇതൊരു സർക്കിള് 4 സെൻറ്റിമീറ്റർ റേഡിയസിലെ സർക്കിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റോണ് എത്ര വട്ടം റിവോൾവ് ചെയ്തു? 1 2 3 4 5 അങ്ങനെ റിവോൾവ് ചെയ്തു. അപ്പോൾ ഒരു വട്ടം ആ സ്റ്റോണ് റിവോൾവ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് അത് പാസ് ചെയ്യുന്നുണ്ട്? ആ സർക്കിളിൻ്റെ പെരിമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വട്ടം 1 ടൈം റിവോൾവ് ചെയ്യുമ്പോൾ അത് ആ സ്റ്റോൺ പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ 5 വട്ടം ആ സ്റ്റോൺ റിവോൾവ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് പോകും? 5 × 2πr ഈസ് ഈക്വൽ ടു 10πr ഈസ് ഈക്വൽ ടു 10 × π × ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 14π ആണ് ടോട്ടൽ ഈ 5 വട്ടം ആ സ്റ്റോൺ റിവോൾവ് ചെയ്യുമ്പോൾ പാസ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കിട്ടി? ഈ സ്റ്റോണ് 5 വട്ടം കറങ്ങിയ കാരണം എന്താണ്? 5 ടൈം ഈ പെരിമീറ്റർ കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ തന്നെയാണ് പാസ് ചെയ്യണേ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 × പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്ക് കിട്ടി 14π ഡിവൈഡഡ് ബൈ ടൈം. ടൈം നമുക്ക് തന്നിരിക്കുന്നത് മിനിറ്റ്സിലാണ്. നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ ടൈം എപ്പോഴും എങ്ങനെ വേണം? സെക്കൻഡ്സിൽ വേണം. അപ്പോൾ 2 × 60 ആവുമ്പോൾ എന്താണ്? 2 മിനിറ്റ്സിനെ നമുക്ക് സെക്കൻഡിലാക്കാൻ പറ്റും. അപ്പോൾ 14π ഡിവൈഡഡ് ബൈ 120. അപ്പോൾ 0 നമുക്ക് ക്യാൻസലാക്കാം. 4 1 ടൈംസ്, 12 3 ടൈംസ്. അപ്പോൾ ടോട്ടൽ സ്പീഡ് എത്രയാണ്? π/3. ഈ ആൻസർ മാച്ച് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഓപ്ഷൻ ഇ. സോ ഓപ്ഷൻ ഇ ഈസ് ദ റൈറ്റ് ആൻസർ.